ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമളാൻ 17 ആയിട്ടുണ്ട്. റമളാൻ 17ൻ്റെ ഓരോ കുഞ്ഞൊരു ഫാമിലി വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനുള്ളത് വീണ്ടും എൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വീഡിയോസ് എന്തൊക്കെ ഐറ്റംസ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയിട്ടുണ്ട്. എമി ഇതാ നോമ്പ് തുറക്കാൻ കേട്ടോ. ആൾക്ക് തീരെ വയ്യ. അപ്പോൾ നേരത്തെ കാലത്ത് ഇത് നോമ്പൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് രാവിലെ ഉള്ള നമ്മുടെ ചൂടുവെള്ളം എന്താ പറയുക, എന്താണ് ഇതിൻ്റെ പേര്, കഞ്ഞിക്കൂർക്കേൻ്റെ അല്ലെങ്കിൽ തുളസീൻ്റെ ഇട്ട് നല്ല വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ക്ലീനിങ്ങിലാണ്. നമ്മുടെ നോമ്പ് തുറൻ്റെ ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാക്കിയ ക്ലീനിങ്ങിലാണ്. നമ്മുടെ എന്താണ് സനൻ്റെ പരിപാടി. പിന്നെ ഉമ്മാനത് അടിപൊളി കറിയുണ്ട്. ഉമ്മാനൊക്കെ പണി കഴിഞ്ഞ് ഉമ്മ നേരെ അടുക്കളയിൽ പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് മരുമക്കൾക്കുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്കുള്ള ഫ്രൂട്ട്സ് ഐറ്റംസുകൾ ഇതൊക്കെ കട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ മൊഹബത്തിക്ക സർബത്തും ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ്. പിന്നെ നമ്മുടെ പൊരിക്കടി ഐറ്റംസുകൾ ഇതാ ഇവിടെ ഇരിക്കുന്നത്. പഴംപൊരി ഉണ്ട്, സമൂസ ഉണ്ട്, പിന്നെ എന്താണ് പൊക്കവട ഉണ്ട്. പിന്നെ ഇതാ റെസ്റ്റ് എടുക്കുന്ന ഫൗസിയും ഫോണും കളിക്കുന്ന ഐറിയും. എന്താ ചെയ്യുക, മോള് തിന്ന തോലും തന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്നൊക്കെ പറയുന്നത്. തുടച്ചു കൊടുക്കാനാ ഓക്കെ. അമ്മ ഡ്രസ്സൊക്കെ മടിക്കാൻ കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ രാവിലത്തെ എല്ലാ പരിപാടിയും കഴിച്ചിട്ടാണ് പാപമ്മ ഡ്രസ്സ് മടിക്കാൻ നിൽക്കുന്നത്. പത്തിരി പരിപാടി, അതുപോലെ കറീൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അമ്മ നേരത്തെ കാലത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ എമിമോൾക്ക് ആവി കൊള്ളാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ എമിമോൾ ഫസ്റ്റ് ആയിട്ടാണ് ഇതേപോലെയൊക്കെ ഒന്ന് ആവി കൊള്ളുന്നത്. പിന്നെ നമ്മളെ വീട്ടിൽ മറ്റാവി ഉള്ളത് സംഭവമുള്ളത്, ഇത് ചെയ്യലില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് നല്ല ചുമ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ കഞ്ഞിക്കൂർക്കൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊള്ളാമെന്ന് വിചാരിച്ചു. എന്തായാലും നല്ലോണം കൊണ്ടിട്ടുണ്ട് ആവിയൊന്ന്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും ഇത് ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തരിക്കഞ്ഞി ഉണ്ട്, അതുപോലെ ഇത് നന്നാരി വെള്ളം ഉണ്ട്, ജ്യൂസ് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കേണ്ട താമസം മാത്രം. ഇത് നമ്മളെല്ലാവരും ടേബിളിൻ്റെ ചുറ്റിലിരിക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ ഒക്കെ റെഡിയാക്കി ടേബിളിൻ്റെ ചുറ്റിലിരുന്നാൽ ബാങ്ക് കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. അത് നമുക്ക് തോന്നുന്നതാണ്. എന്നാലും അങ്ങനെ എന്താ പിന്നെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്നു കേട്ടോ. വലിയ ഹെവി നോമ്പ് തുറയും കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു നോമ്പ് തുറയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറ കഴിഞ്ഞ് നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്നുള്ളത് നമുക്ക് എമിമോൾക്ക് ഒരു പച്ചമരുന്ന് കൊടുക്കുക എന്നുള്ളത്. ചുമേനെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം കുറേ ദിവസമായി ചുമ തുടങ്ങിയിട്ട്. ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പൊടിക്കൈകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ ഇവിടെ കഞ്ഞിക്കൂർക്കേൻ്റെ ഇലയും അതുപോലെ നമ്മുടെ ആടലോടകത്തിൻ്റെ ഇലയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ട് നല്ലോണം കഴുകിയിട്ടുണ്ട്. കഴുകി നമുക്കത് ഇങ്ങനെ കുത്തിയിട്ട് അത് നല്ലൊന്ന് അരച്ചെടുക്കാം. ആടലോടകത്തിൻ്റെ ഇല നമ്മൾ പൊടിച്ചിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ പച്ച ആദ്യമായിട്ടാണ് ഇവിടെ ഉമ്മയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് മോൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം നമ്മുടെ ഈ ഒരു ഉരലിലിട്ടിട്ട് കുത്തി ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരാട്ടോ കൊടുക്കേണ്ടത്. പിന്നെ ഇതിന് നമ്മൾ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നല്ല കഴുകിയിട്ട് ആ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ഞാനത് കുത്താൻ, അതായത് ഇത് അരക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ലോണം ചതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാം. ഈ കഞ്ഞിക്കൂർക്കിൻ്റെ പച്ച ഇല ഉണ്ടല്ലോ, അത് ഭയങ്കര കയ്പ്പാണ് കേട്ടോ കുടിക്കാനൊക്കെ. പിന്നെ ഞാൻ എമിമോൾ എന്തായാലും ഇത് ആദ്യമായിട്ടാണ്, അതുകൊണ്ട് എനിക്ക് ടേസ്റ്റൊന്നും അറിയില്ല. അപ്പോൾ കഞ്ഞിക്കൂർക്കൻ്റെ ഇലയും അതുപോലെ നമ്മുടെ ആടലോടകത്തിൻ്റെ ഇല ഇത് നല്ലോണം അരച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്കിതൊരു ഒരു ടേബിൾ സ്പൂണോളം നമുക്കിതിൻ്റെ നീര് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എമിമോൾക്ക് നല്ല ചിരിയിലൊക്കെ തന്നെയാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കൊടുത്തു നോക്കാം. എന്താണ് തുപ്പം എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എമിമോൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊടുത്തപ്പോൾ ആൾ കുടിച്ച് ഇറക്കിയാ രസമുണ്ടാ എനിക്കാണാ ദൃശ്യക്ക് ആടലോടകം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചായ കുടിക്കായിരുന്നു കേട്ടോ. ചായ കുടിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മറന്നു പോയതാണ്. അപ്പോൾ ചിക്കൻ കറിയും പത്തിരിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അയാന് ചോറാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കത് മതിയായിരുന്നു. ത്രാവി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ, ഇന്നത് വേണമെന്നൊന്നുമില്ലല്ലോ. നമ്മളെ കുട്ടീസിലൊക്കെ എടുത്തിട്ട് ഉറങ്ങാനായിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇത് എല്ലാവരും നല്ല ഉറക്കിൻ്റെ മൂട്ടിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.